നാടകം ആരംഭിക്കുന്നു. മരണപ്പെട്ടവന്റെ എല്ലാ സ്മാരകങ്ങളും തകർക്കപ്പെടണം. ചരിത്രത്തിൽ നിന്ന് ഓർമ്മകൾ കൂടി മായ്ക്കപ്പെടണം. എന്താണിത്? എന്താണിത്? കല്ലറകൾ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല ഇല്ല, ഞാൻ ആജ്ഞാപിക്കുന്നു, എനിക്ക് പുറത്തേക്കുള്ള വഴി കാണിക്കൂ. ഒരു വഴിയുമില്ല, ഒരു വഴിയുമില്ല. നേടിയെടുക്കാൻ നിങ്ങൾ നുണയും തന്ത്രവും കൊലയും നടത്തിയത് ഈ കല്ലറയ്ക്കുള്ളിലാണ്. ഇനി ഇതാണ് നിങ്ങളുടെ രാജ്യം. പോകൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് തോൽവികൾ അറിയാത്ത ദേശങ്ങൾ കീഴടക്കാം, യുദ്ധങ്ങൾ ജയിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലൂടെ നടക്കാം. അവരുടെ പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകാം. മഹത്വം ഒരു നിഴൽ പോലെ ക്ഷണികമാണ്. ഭരണകൂടങ്ങളുടെ തകർച്ച പോലെ ഓർമ്മകൾ ഒരിക്കലും കൊല്ലപ്പെടില്ല, അവർ ഓർമ്മിക്കപ്പെടും ജനഹൃദയങ്ങളിൽ. എന്റെ ജീവിതം മുഴുവൻ അറിവ് തേടുന്നതിനായി ഞാൻ ചിലവഴിച്ചു. എനിക്കറിയാവുന്നത് അതുമാത്രമാണ്. മകനെ, നീ എവിടെയായിരുന്നാലും നിനക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. അപരാജിതമായ പാരമ്പര്യം എനിക്ക് കൈമാറാനുള്ളത് അതുമാത്രമാണ്. അപരാജിതമായ ഈ പാരമ്പര്യം. ആരാണ് ലലിൻദാസ്? ഞാനാണ് സർ, കേശവദാസിന്റെ മകനാണ്. എത്ര കാലമായി നിങ്ങൾ ഈ ട്രൂപ്പിൽ അംഗമായി? ട്രൂപ്പല്ല സർ, വായനശാലയാണ്. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ തുടങ്ങിയതാ. ഇത് സ്വർണ്ണം കടത്താറുണ്ടോ? ഇല്ല സർ. പിന്നെ ഇതിൽ മനുഷ്യരെ കടത്താറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് വിദേശികൾ നിങ്ങളെ അന്വേഷിച്ചു വരുന്നത്? അല്ല, എന്താണ് മഹാനായ ലലിൻദാസിന്റെ പണി? നാടകാവതരണമില്ലാത്ത ദിവസങ്ങളിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിനോദസഞ്ചാരികൾ വിൽപ്പന നടത്തും. അതിൽ വിദേശികളും ഉണ്ടാവാറുണ്ട്. ഇവൾ നബീസ, ഇവൾ നിന്റെ ആരാണ്? എന്റെ സ്വന്തമാണ്. സ്വന്തം എന്ന് പറഞ്ഞാൽ പറയടാ, ആരെ ചോദിച്ചത് കേട്ടില്ലേ? ഇവളെന്റെ എല്ലാമാണ്. അർമാനുപ്പയുടെ മകൾ. അർമാനുപ്പയുടെ മകൾ. നീ ഹിന്ദു അല്ലേ? ഞങ്ങൾ മനുഷ്യരാണ്. കേശവദാസിന് എത്ര കുട്ടികളുണ്ട്? ഞാൻ മാത്രം. അയൽവാസിക്ക് എത്ര കുട്ടികളുണ്ട്? 6. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. സ്നേഹമുള്ള ആളുകൾക്കിടയിലാണെന്ന് മാത്രം അറിയാം സർ. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സർ, നിങ്ങൾ എന്തിനാണ് എന്നെ തിരക്കി വന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. സത്യത്തിൽ ഞങ്ങൾ നിങ്ങളെ തേടി വന്നതല്ല. നിങ്ങളുടെ അച്ഛൻ പ്രശസ്തനായ നാടകൃത്തായി. അതെ,
അതിനു മുമ്പ് അച്ഛൻ അറിയാം, മരപ്പണിക്കാരനായിരുന്നു എന്നല്ലേ പറയാൻ വന്നത്. പത്തേമാരി പണിക്കാരനായിട്ട് സർ. പത്തേമാരി പണിക്കാരൻ മാത്രമായിരുന്നല്ലോ അച്ഛൻ. പ്രശസ്തനായ നാടകത്തോടിയായിരുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. പക്ഷേ കേശവദാസിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ നാടകത്തിന്റെ കഥാപാത്രങ്ങളെ അന്വേഷിച്ച് വന്നതാണ്. കഥാപാത്രങ്ങളെയോ? അതെ, കേശവദാസ് അവസാനമായി എഴുതിയ നാടകം. ആ നാടകത്തിന്റെ കയ്യെഴുത്ത് പ്രതി ഞങ്ങൾക്ക് വേണം. അതെനിക്ക് അറിയില്ല സർ. നിനക്കറിയാം, പറയൂ, അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞാനത് കണ്ടിട്ടില്ല സർ. കേശവദാസിന്റെ മരണത്തിന് മുമ്പ്, മരിക്കുന്നതിന് 3 മാസം മുമ്പ് ദേശാഭിമാനി ഓണപ്പതിപ്പിൽ ചെറുകഥയായി പ്രസിദ്ധീകരിച്ചു. ബേപ്പൂർ കേസ്. പിന്നീടത് നാടകമാണ്, പുതിയ പേര്. പക്ഷെ നിനക്കതറിയില്ല. നീ അത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. നീ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷേ ഇത് നീ വായിച്ചിട്ടുണ്ട്. വെണ്ണുരകളാൽ അരുകുപൂക്കൾ തുന്നിയ കടൽ കണ്ണാടി. സർ, അത് ഈ നാടകത്തിലെ എന്റെ ഡയലോഗാണ് സർ. വെണ്ണുരകളാൽ അരുകുപൂക്കൾ തുന്നി കടൽ കണ്ണാടി. മഴവില്ലും താരകങ്ങളും മുഖം നോക്കുന്ന സ്ഫടികതയിലേക്ക്. അല്ല, ഇത് പൊട്ടിച്ചില്ലേ സാർ? മനോഹരമായ നിർമ്മിതികളോട് ആളുകൾക്ക് എങ്ങനെ ഇത്ര ക്രൂരത കാട്ടാൻ കഴിയും? കപ്പൽ ചേർ. ഈ കപ്പലുകൾ പൊളിച്ചതുപോലെ ഞങ്ങളെല്ലാം തകർക്കും. ആ കയ്യെഴുത്ത് പ്രതി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളും ഈ വായനശാലയും ഈ നാടകത്തറയും എല്ലാം ഒരു ബുൾഡോസർ. പറയുന്നത് ചെയ്യുന്നവരാണ് ഞാൻ. അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതാണ് പറയുന്നതെന്ന് നിനക്ക് ബോധ്യം വരും. ഭയമില്ല സർ. അച്ഛൻ പറയാറുണ്ട്, എപ്പോഴും ആത്മവിശ്വാസമുള്ളവർക്ക് കരപറ്റാൻ കടലിലൊരു കപ്പൽ പ്രത്യക്ഷപ്പെടുമെന്ന്. ഭൂമിയിലെ ആളുകൾക്ക് ഇടകലർന്ന് ഒഴുകി പരക്കാനാണ് ഈ കടലുണ്ടായതെന്ന്. നിങ്ങൾ ജനിച്ചത് റഷ്യയിലാണ്. അച്ഛൻ ബേപ്പൂർ വിട്ടെങ്കിൽ യാത്ര ചെയ്തിട്ടില്ല സർ. ഇല്ല, പക്ഷേ കേശവദാസിന്റെ കഥാപാത്രങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. വായനക്കാർക്കൊപ്പം അവർ സഞ്ചരിച്ച ഇടങ്ങളിലൊക്കെ അവർ യാത്ര പോയിട്ടുണ്ട്. അറിയില്ല, നിങ്ങൾക്ക് എന്തിനാണ് അച്ഛൻ എന്നോ എഴുതിയൊരു നാടകം? അതെന്ത് ഉപദ്രവം ഉണ്ടാക്കിയെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നല്ല ചോദ്യം. ഉത്തരം കഥാപാത്രങ്ങൾ. ഇനി ഇവർ സഞ്ചരിക്കാൻ പാടില്ല. ഇവരെ ഞങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. സാർ, ഇവരെ വെറുതെ വിടണം സാർ. കഥാപാത്രങ്ങളെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? കുറ്റം തുടരുന്നവരെ ഞങ്ങൾ വെറുതെ വിടുകയില്ല. അവർ വിചാരണ അർഹിക്കുന്നു. ആ നാടകത്തിലാണ് പെരുമാൾ മക്കയിലേക്ക് പോയതായി എഴുതി ചേർക്കപ്പെട്ടു. അത് സത്യമാണ്. സത്യം, സത്യവും അസത്യവും, ചരിത്രവും നിയമവും എല്ലാം ഞങ്ങൾ തീരുമാനിക്കും. ഇവളെ കൊന്നാൽ കയ്യെഴുത്ത് പ്രതി തരുമോ? സാർ, ഞങ്ങളെ അറസ്റ്റ് ചെയ്തോളൂ. നബീസ ഒന്നും ചെയ്യരുത്. അവൾ എന്റെ പെങ്ങളാണ് സാർ. കൂടപ്പിറപ്പിനേക്കാൾ സ്നേഹമാണല്ലോ നിങ്ങൾ ബേപ്പൂർകാർക്ക് അന്യജാതിക്കാരോട്. ഏയ്, നിങ്ങളെ ഒന്നും ചെയ്യില്ല. കേശവദാസിന്റെ കുറ്റത്തിൽ നിങ്ങൾക്ക് പങ്കില്ല. മരിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ കഥാപാത്രങ്ങളെ വന്നു. കൊണ്ടുപോയിക്കോളൂ. ലെനിൻദാസ്, ആ കയ്യെഴുത്ത് പ്രതി ഇങ്ങ് തന്നേക്ക്. സർ, അവളെ ഒന്നും ചെയ്യരുത്. ഞാനത് കണ്ടുപിടിച്ച് തരാം. എടുത്തു തന്നാൽ ഞങ്ങൾ പോയേക്കാം. ഇല്ലെങ്കിൽ ഇവളെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും, പച്ചയ്ക്ക് തിന്നും. അച്ഛന്റെ കഥ എന്റെയും കഥയാണ്. അച്ഛൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ കൂടപ്പിറപ്പുകളാണ്.
കൊണ്ടുപോയിക്കൊള്ളൂ. അറസ്റ്റ് ചെയ്യും. കരയരുത്. ദുരന്തങ്ങൾ നേരിട്ട ഖലാസിയുടെ മക്കളാണ് നമ്മൾ. ശരിയാ, ഞാൻ കരയില്ല. ആ വള്ളക്കൈക്ക് ആ വമ്പന്മാരും ആ ഒത്തുപിടിച്ച പോരും പൊന്നെ അതിന്റെ കൂടെ ആ ചെമ്മിച്ചക്കൻ ആ തുള്ളി വരുമ്പോ ആ രാജാമോള് ആ പമ്പ കടന്ന് ആ പോണൊരു നേരം ആ ഞാനും ഇരുട്ട് ഞാൻ കാണുന്നു. നമ്മൾക്കിടയിൽ പകലുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നീ എവിടെയായിരുന്നു? അനന്തവും അഗാധവുമായ ഈ കടൽ നമ്മളെ പരസ്പരം കാണാനാകാത്ത ഇരു കരകളിലാക്കിയിരിക്കുന്നു അല്ലേ? നീ ബേജാറാവാണ്ടിരി. കലിമൂത്ത മനുഷ്യന്മാര് പൊളിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങളൊന്നും നമുക്കിടയിൽ വേലികൾ തീർക്കില്ല. നീ എന്റെ ഉറ്റ ചങ്ങാതിയാടാ, ഖലാസിയ. കടലും ഉരുവും ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടവരാ നമ്മള്. സ്നേഹത്തിന്റെയും പട്ടിണിയുടെയും കാലം ഒരുമിച്ച് പിന്നിട്ടവർ. ഇടകലർന്നവർക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് പോലെ ഒരു പാവം ഈ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല. നിന്റെ അമ്മ എന്ന പഴയരിച്ചോറ എന്റെ ദേഹം. എന്റെ ഉമ്മ എന്ന നെച്ചോറല്ലേ നിന്റെ ഉടമ്പ്. അതിന്റെ മണം ഇപ്പോഴും എന്റെ ഈ ഉള്ളംകൈയിലുണ്ട്. പള്ളി പൊളിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ നീ ആ ചെറുകഥ എഴുതിയത്? ബേപ്പൂരെ നമ്മുടെ ജീവിതമായിരുന്നു അത്. പള്ളി പൊളിച്ച് 2 മാസം കഴിഞ്ഞാ കഥ അച്ചടിച്ചു വന്നു. അതിനു മുമ്പ് നീ എന്തിനാ ഈ കടലും കടപ്പുറവും നബീസായും ലെനിനെയും പാത്തൂനെയും ഈ വായനശാലയെയും നാടകത്തറയൊക്കെ വിട്ടുപോയത്? എഴുത്തുകാരനാകുന്നതിന് മുമ്പ് പത്തേമാരി ഉണ്ടാക്കുന്നവരോടൊപ്പം കുറെ കാലം പണിയെടുത്തിട്ടുണ്ട്. മേശരിമാര്, ഖലാസികള്, മീൻപിടുത്തക്കാര്, അവരോടൊക്കെ ഇടപഴകിയതിന്റെ തഴക്കം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ തഴക്കമാണ് കഥയിലെ വഴക്കമായി തീർന്നത്. കടല് കടന്നുപോയ പത്തേമാരികൾ ഒരുപാട് പണിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ബേപ്പൂരുകാരെ വിട്ട് എങ്ങും പോയിട്ടില്ല. യാത്ര ചെയ്യാത്ത മനുഷ്യൻ ഓട്ടവീണ കപ്പലാണെന്നാ നീ കഥയിൽ എഴുതിയേക്കുന്നത്. എൻ്റെ യാത്രകള്, ഞാൻ കണ്ട ലോകം എല്ലാം നീ സമ്മാനിച്ച ഈ റേഡിയോയെ. കടൽ കടന്ന് പോകണം, യാത്രകൾ ചെയ്യും, കഥാപാത്രങ്ങൾ യാത്ര ചെയ്യും. അവർ സഞ്ചരിച്ചിരുന്ന ഇടങ്ങളിലേക്ക് വായനക്കാരായ നമ്മളെ അവർ കൂട്ടിക്കൊണ്ടുപോകും. ആ യാത്രകൾ, അക്ഷരങ്ങളെ, അതിൻ്റെ സത്യത്തെ അധികാരികൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്നു കഥാപാത്രങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല. പക്ഷേ നിനക്കറിയൂ, കഥാപാത്രമായതിന്റെ പേരിൽ കരയിലിരിക്കുന്ന ഈ കമ്പക്കയർ പോലും ചുറ്റിപ്പടഞ്ഞ് എന്നെ ശ്വാസം മുട്ടിക്കുക. അറിയാം, മതേതരത്വത്തിന്റെ മകുടങ്ങൾ തകർക്കപ്പെട്ട, ജനാധിപത്യം തടവിലാക്കിയ ഉറ്റ ചങ്ങാതിയുടെ മുഖത്ത് നോക്കാൻ പോലും ലജ്ജിച്ച ആ രാത്രിയെ പോലെ ഇന്നും പതിവിലേറെ പ്രക്ഷുബ്ധമായ കടൽ കാണുന്നില്ലേ? ഓർമ്മയുണ്ട് നീ കഥ എഴുതി തുടങ്ങിയത്. ശാന്തമായ കടൽ, വെണ്ണുരകളാൽ അരുകുപൂക്കൾ തുന്നിയ കടൽക്കണ്ണ, മഴവില്ലും താരകങ്ങളും മുഖം നോക്കുന്ന സ്ഫടികതയിലേക്ക് ഒരു ചുരുൾക്കാറ്റ്. ഞാൻ എഴുതിയ കഥ സൃഷ്ടിച്ചതിന്റെ പേര്, അതിലെ കഥാപാത്രങ്ങളായതിന്റെ പേര്, അവർക്ക് നഷ്ടമായ കുടുംബവും വരുമാനവും
തോളുരുമി നിന്ന നമ്മുടെ വീടുകൾ പൊളിച്ചു നീക്കി. വാ പിളർത്തി വരുന്ന അധികാരത്തിന്റെ ബുൾഡോസറിന് മുന്നിൽ എന്റെ മകൻ ഒരു വേലി പണിയും. നാടകം കൊണ്ടൊരു വേലി. അതിന് നീ കൂട്ടാകണം, കരുത്താകണം. ലെനിൻ പറഞ്ഞിരുന്നു. അതെ, പത്തേമാരിയുടെ കീഴുറപ്പിക്കുമ്പോൾ, ഒരു നീറ്റിലിറക്കുമ്പോൾ, കാട്ടിലെ വൻ തടികൾ തുറമുഖത്തെത്തുമ്പോഴൊക്കെ അതിലെ അപകടങ്ങളെ പാട്ടുപാടി തരണം ചെയ്തവരാ നമ്മൾ കലാസികൾ. മലകളെപ്പോലും മറിച്ചിടാനുള്ള മനസ്സുള്ളവർ നമ്മുടെ പരമ്പര. തോൽക്കരുത്, നാടകം തോൽക്കരുത്, കഥാപാത്രങ്ങൾ തോൽക്കരുത്. ഞാൻ ഉണ്ടാവും കേശവ. ലളിതന്റെ ജീവിതത്തിൽ അധികാരം പതിയിരുന്നൊരുക്കിയ ചതിയെക്കുറിച്ചായിരുന്നു ആ നാടകം. അറിയാം, പോലീസ് സ്റ്റേഷനിൽ പെട്ടുപോയ എന്റെ മകളുടെ കർമ്മം പറഞ്ഞാൽ നാടകമല്ലത്, ജീവിതം അവനവിടെ കണ്ടത്. ഓർമ്മകൾ സഞ്ചരിക്കുന്ന ചരിത്രമാണ്. അതിനെ ഭരണകൂടം പേടിക്കണം. ഇളം മനസ്സുകളുടെ ഭയരഹിതമായ പടയോട്ടത്തിൽ നീയും ഉണ്ടാകണം. ഉണ്ടാകും, ഞാനുണ്ട്. ഞാൻ കുറിച്ചു വെച്ചതൊക്കെയും അവനു വേണ്ടിയായിരുന്നു എന്ന് നീ അവനോട് പറയണം. അർമാൻ, നീ ഉറങ്ങിക്കൊള്ളൂ, ശാന്തമായി. അപരാജിതമായ പാരമ്പര്യം. പക്ഷേ ഇത് ഓർമ്മകളല്ല, തകർത്തെങ്കിലും തളരാത്ത മനസ്സിന്റെ സഞ്ചരിക്കുന്ന ചരിത്രം, ജീവിക്കുന്ന അവശേഷിക്കുന്ന നേർസാക്ഷ്യം. നാടകം ആരംഭിക്കുന്നു. കാരാമം. പറയടാ, ആ പെങ്കൊച്ചെവിടെയാ സ്കൂട്ടി വെച്ചിരുന്നത്? എനിക്കറിയില്ല സർ. പറയടാ, ആ പെങ്കൊച്ചെവിടെയാ സ്കൂട്ടി വെച്ചിരുന്നത്? എനിക്കറിയില്ല സർ. പാലത്തിന് താഴെ മരച്ചുവട്ടിൽ സ്കൂട്ടി വെച്ചിരുന്നത്. പാലത്തിന് താഴെ മരച്ചുവട്ടിൽ. സ്കൂട്ടിയുടെ കാറ്റ് നായിന്റെ മോനോട് അഴിച്ചുവിട്ടെ. സ്കൂട്ടിയുടെ കാറ്റ് ഏത് നായിന്റെ മോനോ അഴിച്ചുവിട്ടേന്ന് എനിക്കറിയില്ല. സ്കൂട്ടിയുടെ കാറ്റ് നീ അഴിച്ചുവിട്ടു. ഞാനല്ല സാറേ. സ്കൂട്ടിയുടെ കാറ്റ് നീ അഴിച്ചുവിട്ടു. സ്കൂട്ടിയുടെ കാറ്റ് ഞാൻ അഴിച്ചുവിട്ടു. ഞങ്ങളല്ല സാറേ, ഞാൻ അഴിച്ചുവിട്ടു. നീ സഹായം ചോദിച്ച് അടുത്ത് ചെന്നു. ഇല്ല സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാറ്. നീ സഹായം ചോദിച്ച് അടുത്ത് ചെന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. നീ സഹായം ചോദിച്ച് അടുത്ത് ചെന്നു. ഞാൻ സഹായം ചോദിച്ച് അടുത്ത് ചെന്നു. കുത്തിപ്പിടിച്ചു പിന്നിലൂടെ നീ സഹായം ചോദിച്ചു അടുത്തു ചെന്നു. വാ പൊത്തി പിന്നിലൂടെ കൂട്ടിപ്പിടിച്ചു. പിന്നിലൂടെ കൂട്ടിപ്പിടിച്ചു. വാ പൊത്തി പിന്നിലൂടെ കൂട്ടിപ്പിടിച്ചു. പിന്നെ
അല്ല സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ. അവളുടെ ഒരു ഉളുമ്പ് നാറ്റം. ഒരു സിഗരറ്റ് ഇങ്ങനെ. ഓ ബ്രഹ്മചാരി, ഇനി താനൊന്ന് പോയി നോക്കൂ. എന്താടാ ഇത്? സഞ്ജീവ് എന്താണ്? നിനക്കും ഇതിനും ഒരേ നിറമാണല്ലോടാ. എന്താടാ പേര്? കർമ്മൻ. ഗംഭീര പേരാണല്ലോടാ. ആമയെ പിടിച്ച് നടക്കുന്നവനല്ലേ? കാരാമ. അത് മതി. വലിയ സൗന്ദര്യമൊന്നും ആരെങ്കിലും ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാൽ മതി. വാടാ. സാറേ, എന്നെ ജയിലിലിടുവോ? എന്നെ ജയിലിൽ ഇടല്ലേ സാറേ? എന്റെ ഭാര്യയ്ക്കും കെട്ടിയോക്കും വേറെ ആരുമില്ല സാറേ. കേറി വാടാ, അതൊക്കെ ഉണ്ടായിക്കോളും. സഞ്ജീവ അങ്ങോട്ട് മാറിയിടാം. ആ നല്ല മുഴുത്തതാണല്ലോടാ. പെണ്ണാമയാ സാറേ. പെണ്ണാമക്ക് മുഴുപ്പ് കൂടുതലാണ്. ആ പെണ്ണിനെ പിടിച്ച് ബലാത്കാരം ചെയ്യുന്നതിനാണ് ഉമ്മാര് കിടന്ന് അനുഭവിക്കുന്നത്. നീ ഒരു പെണ്ണാമയെ ചുട്ടു തിന്നണമെന്ന ഉദ്ദേശത്തോടു കൂടി പിടിച്ചു. രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം. നീ തോന്നും ഇവന്മാര് രക്ഷപ്പെട്ടാലും നീ രക്ഷപ്പെടില്ല. ഏത് നേരത്താണ് പിടിക്കാൻ തോന്നിയ? ചെന്ന് മാറ്റിയിടണോ? ജീവൻ പോയിട്ട് നീയൊക്കെ ആ കൊച്ചിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നീയൊക്കെ വയലിലേക്ക് ചാടിയിറങ്ങി. എന്നിട്ട് ആ പെൺകുട്ടിയുടെ തുണി വലിച്ചു കീറി. ബാക്കി കൂടെ കാണിക്കണം. നല്ല രസമല്ലേ? ഞങ്ങളല്ല സാർ. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വായിലേക്ക് മദ്യം നിർത്താതൊഴിച്ചു കൊടുത്തു. അല്ല സാറേ. പറയണം. അവസാനമായിട്ട് ആ പെൺകുട്ടിയെ ആരാ ഒന്നൂടെ? ഞങ്ങൾ ആരും അല്ല സാറേ. കാരാമേ, ഇങ്ങ് വാടാ. രാത്രിക്ക് തണുപ്പ് കൂടുതൽ. നീ പോയി കുറച്ച് ചുള്ളിക്കമ്പുകൾ പെറുക്കി തീ കൂട്ടും. സാറേ, സാറേ, ഇവിടെ ഇട്ടാ സാറേ ഞങ്ങളവിടെ തീ വെച്ചത്. നീയെ കയ്യിൽ പെണ്ണാമെ പിടിക്കുവാടാ. ഇല്ല. ഇതിനു മുമ്പ് നീ ആമ ഇറച്ചി തിന്നിട്ടുണ്ടോടാ? ഇല്ല സാർ.
ഞാൻ ഇറങ്ങിപ്പോയോടാ. പാടി വിടോ പണിയോ. എഴുന്നേക്കണോ, എഴുന്നേക്കണോ. നീ വന്ന് നിൽക്കണോ, അടിക്കണോ, നിൽക്കണോ സാറേ. പിടിക്കണോ, പിടിക്കണോ. നിനക്കത് പൊങ്ങുന്നില്ല സാറേ. ഇവളൊക്കെ പെങ്ങളാ സാറേ. സുഖിക്കണോ, സുഖിച്ചു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടണോ, ഓടണോ, ഓടി രക്ഷപ്പെടണോ, ഓടി രക്ഷപ്പെടും. കാരാമി, നീ ഇനി പെണ്ണാമയെ പിടിക്കുവാണ്. ഇതിനെ ഒന്ന് ചുട്ടെടുക്കും, അല്ലെങ്കിൽ വേണ്ട, നീ പോയി അവന്മാര് ചത്തോന്ന് നോക്ക്. ഓ പകച്ചു നോക്കിയ ശേഷം അനുസരണയുള്ള കുട്ടിയെപ്പോലെ അയാൾ നിശബ്ദനായി ശവങ്ങൾക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഒരു രാത്രി വണ്ടി കൂടി പാടം മുറിച്ച് കടന്നുപോയി. വല്യ, നീ ഇങ്ങനെ ഇവിടെ സാറന്മാരെ കണ്ടാ പിന്നെ എന്താ എന്ത് കുറ്റം ചെയ്തിട്ടാ? കാരാമയെ പിടിച്ചതിന്. ഒരാമെ പിടിച്ചാനാണോ ഈ പുകല്? അറിയത്തില്ല വല്യ, പെണ്ണാമയെ പിടിച്ചാലും ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്ത് കൊന്നാലും ഒരേ കുറ്റമാണെന്നാ പറഞ്ഞത്. ആര് പറയുന്നു? നീ ശബ്ദം ഉണ്ടാക്കില്ലേ, നീ പോ. ഇല്ല, ഞാൻ പോവില്ല. നിങ്ങൾ എങ്ങോട്ടേ തള്ളിക്കയറി പോന്നെ? ആരാ നിങ്ങളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നിങ്ങള് എന്ത് കുറ്റം ചെയ്തിട്ടാ? ആരാടാ ഇവൾ? എന്റെ പെങ്ങളാ സാറേ. എന്നിട്ടാണ് ഇവള് അരിപാടും കൊണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വരുന്നത്. അയ്യോ, ആക്രമിക്കാനൊന്നും വന്നതല്ല സാറേ, നാട്ടുകാർക്ക് അന്നം കൊയ്യാനുള്ള ഞങ്ങളുടെ ഉപകരണോ ഇത്. അധികാരം കൊയ്യാൻ കണ്ട അവിടെ ഹുങ്ക് ഓള് പാവാ സാറേ.
അവൾ ഉണ്ടാക്കാൻ പോവല്ലേ അധികാരത്തെ. ഞങ്ങളാണോ സാറേ ഉണ്ടാക്കുന്നത്? നിങ്ങളല്ലേ കള്ളക്കേസ് ഉണ്ടാക്കി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? കാരാമെ പിടിക്കുന്ന കുറ്റമാണെന്ന് അറിയില്ലേടി. പിടിച്ചതല്ല, വെള്ളക്കാർക്ക് ചുട്ടു തിന്നാൻ കടത്തിക്കൊണ്ട് പോകുമ്പോ രക്ഷപ്പെടുത്തിയതാ. രക്ഷപ്പെടുത്താൻ ഇവൻ ആര്? കാരാമകൾ ഞങ്ങളുടെ സ്വന്തമാ, നിങ്ങൾ കൊണ്ടുപോകും. ഹോ, നായിന്റെ മോളെ ഇന്ന് ഞാൻ- നീ പോ പുറത്ത് പോകാൻ. ഇവരെന്ത് തെറ്റാ സാറേ ചെയ്തത്? മണ്ണിലിഴയുന്ന ജീവിതങ്ങളാ ഇവരുടേത്. ഓടാൻ ശ്രമിച്ചാലും നീങ്ങാൻ കഴിയാത്ത കൂട്ടിനകത്ത് അന്നും ഇന്നും. എന്നിട്ടും തൊലി വെളുത്തന്റെ ഒപ്പം ഓടിയ കുറ്റത്തിന് സമ്മാനം തട്ടിയെടുക്കുന്ന അവന്മാർ ചരിത്രത്തിൽ എഴുതി പിടിപ്പിച്ചു. നീ വാദിക്കാൻ വരുമോ? അതൊക്കെ അങ്ങ് കോടതി പറഞ്ഞാ മതി. എവിടാ സാറേ നീതി? സവർണം വരുമ്പോ കയ്യും തലയും പുറത്തിനാതെ ഇവർ കൂട്ടിനകത്ത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിയമപുസ്തകത്തില് ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങളുടെ നിയമത്തോട് എന്റെ കുടിയിലേക്ക് വരാൻ പറ. കൊണ്ടുപോകണി നീ. തൊടൂല സാറേ, തൊടാനാവില്ല. പാടത്ത് പണിയെടുക്കുന്ന കൈയാണിത്. ഒന്ന് തൊന്നാലുണ്ടല്ലോ ഒറ്റ എണ്ണം മരവിട്ടെടുക്കാൻ ഒരഞ്ഞുകളയും. എന്തിനാ പേടിക്കുന്നത്? നമ്മളൊന്ന് നിവർന്ന് നിന്നാമോ? അത്രയേ ഉള്ളൂ. ഓട് ഓട് ഓട്, രക്ഷപ്പെടും. ഓട് ഓട്, രക്ഷപ്പെടും. പോലീസ് സ്റ്റേഷനിൽ നിന്നും തൊണ്ടിമുതലുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒരു രാത്രി വണ്ടി കൂടി പാടം മുറിച്ച് കടന്നുപോയി. തീവണ്ടി കടന്നു പോകുന്ന ശബ്ദം ചീവീടുകളുടെ ശബ്ദത്തെ അടച്ചു കളഞ്ഞു. ഇവർ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കഥാപാത്രങ്ങൾ കർമ്മൻ, വല്ലി, നബീസ, എൻ്റെ കാരാമകൾ, ഈ നാടകത്തിലെ ശബ്ദമില്ലാത്തവർ. പക്ഷേ ഞങ്ങൾക്കും പറയാനുണ്ട്. വിജയം വെളുത്തവനെ മാത്രം അവകാശപ്പെട്ടതാണ് നിങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. ശ്വാസം മുട്ടി കൊല്ലപ്പെടേണ്ടവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു. വെളുത്ത മുയലിന്റെ തോൽവി അബദ്ധമാണെന്ന്, എന്റെ വിജയം അവന്റെ ദാനമാണ്. അല്ല, ഒരു നാൾ നിങ്ങളുടെ ഈ കട്ടിയുള്ള പുറന്തോട് ആക്രമണം ചൊരുക്കാനുള്ള ആയുധമായി മാറും. അന്ന് നിങ്ങളുടെ വിജയം സുനിശ്ചിതമായിരിക്കും. ഞങ്ങളുടെ സിംഹാസനങ്ങൾ നിങ്ങളുടേതായി തീരും. നിങ്ങളോടും ഇവരോടും എനിക്ക് പറയാനുണ്ട്. പള്ളി പൊളിച്ച ആ രാത്രി ലൈറ്റ് ഹൗസിന് താഴെ വെച്ച് അച്ഛൻ പറഞ്ഞ ഒരു സ്വപ്നത്തെക്കുറിച്ച്, ഒരു കഥയുടെ പേരിൽ നെറ്റിയിൽ കൊമ്പുള്ള കാണ്ടാമൃഗത്തെ പോലുള്ളവർ ആക്രമിച്ച് കൊലപ്പെടുത്തുമെന്ന്. ഏതു നേരവും പ്രതിയാക്കപ്പെടാവുന്ന, കൊല്ലപ്പെട്ടേക്കാമെന്ന ഭയവും പേറി തോറ്റുപോയൊരു ജനതയുടെ ഭരണകൂടം ഭയക്കുന്ന ചരിത്രം, അവരുടെ വിചാരണയും വിധിയും നാളെ തന്നെയാണ്. പക്ഷെ വിധിക്കേണ്ടത് ഭരണകൂടവും കോടതിയുമല്ല, നിങ്ങളാണ്. ജനകീയ കോടതി. പോവണ്ടേ? എല്ലാവരും. ലെനിൻ, എനിക്കുമുണ്ടാ ഒരു സ്വപ്നം. പത്തേമാരിയിലെ യുഗ്മഗാനം പോലെ തളയ്ക്കപ്പെട്ട കയ്യാമങ്ങളിൽ, കെട്ടിവെക്കപ്പെട്ട മുക്കാലികളിൽ പിടഞ്ഞു തീരാനുള്ളതാണോടാ
ദളിതന്റെ ജീവിതം അധികാരത്തിന്റെ സിംഹാസനങ്ങൾ പകയുടെ ഗത കൊണ്ട് അടിച്ചുടയ്ക്കാൻ അവനുമുണ്ടൊരു സ്വപ്നം. രാജാങ്കണങ്ങളിൽ നിന്ന് തടയപ്പെട്ട ഭീമന്റെ സ്വപ്നം. അതെ, എനിക്കും. ചരിതങ്ങളിൽ ഞാൻ രാജാങ്കണത്തിൽ അപമാനിതയായ അവരുടെ രജസ്വല മാറ്റി എഴുതണം. അമർത്തപ്പെട്ട നിലവിളിയല്ല, ഒരു പെണ്ണിന്റെ പക. പുരുഷാധിപത്യ ചരിതങ്ങൾക്ക് ഒരു താക്കീത്. എനിക്കും അണിയണം കൃഷ്ണയുടെ ഉടയാടകൾ. എനിക്കും അണിയണം ഈ മുഖംമൂടിയ. എനിക്കും അറിയണം. മായ്ച്ചു കളയാനാവാത്ത ആ മഹാപാതകത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഭീമസേന നിനക്ക് കഴിയും, കഴിയണം. എങ്ങനെ? തിരിച്ചു പോകൂ. നീ ആരെ തേടി ഇറങ്ങിയോ ആ ശത്രുവിന് മാപ്പ് നൽകി വലിയവനാകൂ. ഭീമസേനനെ വലിയവനാകേണ്ട ദയയുടെ ഒരു കണിക പോലും അവൻ അർഹിക്കുന്നില്ല. ശാന്തനാകും, ശാന്തനാകും. 101 മക്കളുടെ അമ്മയായ ഗാന്ധാരി മക്കൾ നഷ്ടപ്പെട്ട ആ അമ്മയുടെ കണ്ണീരിന് ഒരല്പ ശമനമേകുമെങ്കിൽ ഭീമസേന നീ അവന് നൽകുന്ന പ്രാണഭിക്ഷ. ഒരു കണ്ണീരിനും ഭീമസേനന്റെ മനസ്സിലെ പക മായ്ച്ചു കളയാനാവില്ല. ആ രാത്രി ഗംഗയുടെ തീരത്ത് നിങ്ങൾ 5 പുത്രന്മാരുടെ പ്രാണന് വേണ്ടി കർണന് മുന്നിൽ യാചിച്ചു നിന്നിരുന്നു കുന്തി. ആ കർണൻ നൽകിയ ഭിക്ഷയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ജീവിതം. എനിക്ക് കർണനോളം വലിയവനാകണ്ട. അഴിച്ചു കളഞ്ഞേക്കൂ. ഭീമസേന ഇറങ്ങുന്നതല്ല. സത്യത്തിൽ ഞാൻ ആരാ? വ്യാസൻ കുറിച്ചിട്ട വാക്കുകളിലും സ്വത്വത്തിലും മാത്രം ഒടുങ്ങിപ്പോയവൻ. പാപപുണ്യങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ എവിടെയാണ് എന്റെ സ്ഥാനം? ഉടയാടകൾ അഴിച്ചു വെച്ച് ശബദങ്ങളുടെ മാറാപ്പ് വലിച്ചത് ഭീമസേനന് രക്ഷപ്പെടാൻ. വെറും മനുഷ്യനായി അവന് പ്രാണഭിക്ഷ നൽകി കർണനോളം വലിയവനാകാം. ഒരു സൃഷ്ടികർത്താവിനാലും ചോദ്യം ചെയ്യപ്പെടാൻ സ്വയം തീർത്ത സ്വത്വത്തിന്റെ ചിതൽക്കുറ്റിൽ അഭയം നേടാം. ദുര്യോധനാദികളുടെ രാജാങ്കണങ്ങളിലും തെരുവീതികളിലും രാജവീതികളിലും കാലങ്ങളോളം എന്റെ മാനം ചിന്തപ്പെടും. കൃഷ്ണയുടെ കണ്ണീരും നിലവിളികളും ഒടുങ്ങില്ല. എന്നും എപ്പോഴും ചെല്ലു ഭീമസേന. സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി ലോകം നിന്നെ വാഴ്ത്തിപ്പാടട്ടെ.
എനിക്ക് കർണനോളം വലിയവനാകണ്ട. ഈ നിലവിളികൾക്ക് മുന്നിൽ എനിക്ക് ഭീമസേനനായാൽ മതി. ഒരു പുണ്യവും എനിക്ക് വേണ്ട. ഭീമസേന, ആ പോർവിളി എനിക്ക് അവകാശപ്പെട്ടതാണ്. അപമാനിതയായ പെണ്ണ് വ്യാസനതയിലെ പെണ്ണല്ല. മാറി നിൽക്ക്. ദുര്യോധന, പ്രാണനും വാരിപ്പിടിച്ച് പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. ധീരു, ശബ്ദം ഒരധികാരമാണ്. വലിയവരുടെ വലിയ ഒച്ചകളിൽ ചതഞ്ഞരയുന്ന ചെറു ശബ്ദങ്ങളെ കേൾക്കണമെങ്കിൽ എന്നും കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ട നമ്മോട് പറയുന്നവരോട് നമുക്കും ചിലത് പറയാനുണ്ടെന്ന് അറിയിക്കുവാൻ കാതടപ്പിക്കുന്ന ഒച്ചയിൽ അവരെ കേൾപ്പിക്കാൻ കഴിയണം. അരപ്പണിക്കാരൻ നിങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രം മരപ്പണിക്കാരൻ അല്ലേ? അല്ല, മേശരി. ശരി, നിങ്ങൾ അവസാനമായി ഉണ്ടാക്കിയ ഒരു പത്തേമാരിയാണ് തർക്ക വിഷയം. ആ പത്തേമാരിയിലാണ് പെരുമാൾ കടൽ കടന്നതെന്നാണ് നാടകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ നിർമ്മാണത്തിൽ നിങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഞാൻ പണിഞ്ഞത് ചരിത്രമാണ്. എൻ്റെ കൂടെ കുറെ പണിക്കാരും ഉണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് തേക്ക് തടി എത്തിച്ചു തന്നത് കലാസികളാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. മറ്റെന്തെങ്കിലും തെളിവുകൾ ബോധിപ്പിക്കാനുണ്ടോ? മറ്റെന്തെങ്കിലും എന്ന് പറയാ ഉളി പിടിച്ച തഴമ്പായി. അധ്വാനത്തിന്റെ അടയാളങ്ങൾ കള്ളം പറയാറില്ല. പത്തേമാരിയിലാണ് പെരുമാൾ മക്കയിലേക്ക് പോയത്. അത്രേ പറയാനുള്ളൂ. കലാസിമുപ്പൻ
കലാസി മൂപ്പൻ, ഈ നിൽക്കുന്ന മേസ്തിരിയെ നിങ്ങൾക്കറിയാമോ? അറിയാം. ഞങ്ങൾ ഒന്നിച്ചാണ് ബേപ്പൂരും ചാലത്തും പണിക്ക് പോയത്. അതിന് തെളിവ്? ഈ അറബിക്കടലിൽ സാക്ഷി. മീനെണ്ണയും ആവണക്കെണ്ണയും ഉരുവിൽ തേച്ച് പിടിപ്പിച്ചതിന്റെ മണം എന്റെ ഈ കൈ മണപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. മേസ്തിരി നിർമ്മിച്ച പത്തേമാരിയിലാണ് പെരുമാൾ മക്കയിലേക്ക് പോയതെന്ന് പറയുന്നു. സത്യമാണോ? 100% സത്യമാണ്. ആ പത്തേമാരി നീറ്റിലിറക്കിയത് ഞങ്ങൾ ഖലാസികളാണ്. നിങ്ങൾ ഈ മാപ്പിള കലാസികൾ വരത്തന്മാരാണ്. കൃത്തരം പറയുന്നത്. ഈ കരയിലെ പെണ്ണുങ്ങളുടെ പള്ളയിലുണ്ടായതാണ് ഞങ്ങൾ. ഇവിടുത്തെ കടൽക്കാറ്റിന് ഞങ്ങളുടെ വിയർപ്പിന്റെ മണമുണ്ട്. ഞങ്ങൾ ഈ നാടിന്റെ ഉപ്പാണ്. ഞങ്ങൾ ഈ നാടിന്റെ ഉപ്പാണ്. ആരാണത്? ഞാനാണ്. മാസങ്ങൾക്ക് മുമ്പ് വെടിവെച്ചു കൊന്ന 2 ചെറുപ്പക്കാരില്ലേ, പോലീസിന്റെ അന്വേഷണത്തിൽ തെളിവുകളിൽ അവർ കടിച്ചു കീറി ചുട്ടുകൊന്നു തിന്ന കഥാപാത്രം ഹബീസ്. ഞാനാണ്. പള്ളി പൊളിച്ചതിന്റെ പിറ്റേന്ന് കത്തിച്ച കുടലിനുള്ളിൽ വെന്തുരുകി മയ്യത്തായ റുക്സാന. ഞാനാണ്. വർഗീയതക്കെതിരെ സംസാരിച്ചതിനും എഴുതിയതിനും ഭരണകൂടം വിധിച്ച മരണം ഏറ്റുവാങ്ങിയ വല്ലി. അതെ, ആ കേസുകളും ഈ കേസും വ്യത്യസ്തമാണ്. നിങ്ങൾ കോടതിയുടെ നടപടികളെ തടസ്സപ്പെടുത്തുന്നു. ഇനിയും ആവർത്തിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടക്കേണ്ടി വരും. ശരി, വിസ്താരം തുടരട്ടെ. എനിക്ക് ഖുർആൻ മതി. ഈ ലോകത്തിന്റെ നീതി മാറിപ്പോയിട്ടില്ല. എന്റെ രാജ്യം ഇന്നും മതേതരത്വം പരിപാലിക്കപ്പെടുന്നതിനാൽ എന്റെ വിശ്വാസത്തിൽ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനെ സാക്ഷി നിർത്തി പെരുമാൾ എന്ന ഞാൻ ഈ കോടതി മുൻപാകെ സത്യം ബോധിപ്പിക്കുന്നു. നിങ്ങൾ ശിവഭക്തനല്ലേ? ആയിരുന്നു. ഇപ്പോഴെന്റെ വിശ്വാസം വേറെയാണ്. ഞാൻ മതം മാറി. അതിന് തെളിവൊന്നുമില്ല. ആര് പറഞ്ഞു തെളിവില്ലെന്ന്? ഞാൻ മക്കയിൽ പോയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അതിന് തെളിവ്? കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കടൽ കടന്നു പോയത്. വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കൂടുതൽ തെളിവെന്തെങ്കിലും? എനിക്ക് പോകാനുള്ള പത്തേമാരി ഉണ്ടാക്കിയത് ഈ മേശരിയാണ്. അത് പാട്ടുപാടി കടലിറക്കിയത് ഈ മൂപ്പനാണ്. അവർ ഖലാസികൾ പാടിയ പാട്ട് ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. ഇവിടെ പാട്ടുപാടാൻ നിയമം അനുവദിക്കുന്നില്ല. നിങ്ങൾ 3 പേരും കൂടി ചേർന്നുള്ള ഗൂഢാലോചനയാണിതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. നുണക്കഥകൾ ചരിത്രമാകില്ല. നുണയല്ല, എന്റെ ജീവിതമാണ് എന്റെ സാക്ഷ്യം. ഇസ്ലാം മതം സ്വീകരിച്ചു. സലാലയിൽ നിന്നും തിരികെ വരുമ്പോഴാണ് ഞാൻ രോഗബാധിതനാകുന്നത്, മരണപ്പെടുന്നു. കടൽ കടന്നതിന് നൽകുന്ന തെളിവ് അപര്യാപ്തം, അവിശ്വസനീയം, അസംഭവ്യം. സലാലയിൽ നിങ്ങൾക്ക് എന്റെ ഖബറിടം കാണും. ഞാൻ കൊണ്ടുപോയ തെങ്ങിൻ തൈകൾ വളർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. നിരത്തുന്നത് തെളിവുകളല്ല, കല്ലുവച്ച നുണകൾ. മതി, നിർത്താൻ. ഇനി മേശിരിയോടും മൂപ്പരോടുമായൊരു ചോദ്യം. ബേപ്പൂരിൽ പത്തേമാരി നിർമ്മാണമില്ലായിരുന്നുവെന്നും മരപ്പണിക്കാരില്ലായിരുന്നുവെന്നും സമ്മതിച്ച് ഈ കേസിൽ നിന്ന് ഒഴിവാകുന്നോ അതോ ശിക്ഷ ഏറ്റുവാങ്ങുന്നോ? ചരിത്രത്തെ ഒറ്റുകൊടുക്കാൻ ഞങ്ങൾക്കാവില്ല. നീ ഹിന്ദു അല്ലേ? ഈ രാജ്യത്തോടൊരു കൂറില്ലേ? തൊഴിലാണ് ഞങ്ങളുടെ മതം. ചരിത്രത്തിൽ ഒറ്റുകാരന്റെ വേഷം കെട്ടുന്നേക്കാൾ നല്ലത് മരണമാണ്. മതി, ഇനി വിധി. ബേപ്പൂരിൽ മരപ്പണിക്കാരുണ്ടായിരുന്നില്ല. പത്തേമാരി നിർമ്മാണമോ കലാസുകളോ ഉണ്ടായിരുന്നില്ല. തേക്കിൻ തടികളോ കാടുകളോ ഉണ്ടായിരുന്നില്ല. പെരുമാൾ കടൽ കടന്നതിന് തെളിവുകൾ ഒന്നുമില്ല. ഉണ്ട്.
നാടകത്തിലെ കഥാപാത്രമല്ല, കേസിലെ 1-ാം പ്രതി ചേരമാൻ പെരുമാൾ. കോടതി വിധി പ്രഖ്യാപിക്കും മുമ്പ് ഒരു സത്യം കൂടി അറിയണം. അതേ പത്തൈമാരി പാട്ടുപാടി കടലിറക്കിയ എൻ്റെ കലാസികളെ സാക്ഷി നിർത്തി ഞാൻ ആ സത്യം ബോധിപ്പിക്കുന്നു. മനുഷ്യകുലം ജീവിച്ച സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ഭരണവർഗം എന്നും മനുഷ്യൻ മുറിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ ഓർമ്മകൾ കൊണ്ട് അതിന് പ്രതികാരം ചെയ്യും. ഞാൻ താജുദ്ദീൻ ഭരണകൂടം ഭയപ്പെടുന്ന അക്ഷരങ്ങളെ, നാടകങ്ങളെ, അതിലെ സത്യത്തെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാടകം ചുവപ്പിച്ച മണ്ണിൽ വവാക്കാവു യൗവന നാടകയാത്ര തുടരുന്നു.